അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം. എല്ലാരും എത്തിയാ? തുടങ്ങല്ലേ തുടങ്ങല്ലേ ആ ഇൻഷാ അല്ലാഹ്. എങ്ങനെയാ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ദുറൂസിലെ ദുറൂസ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നോക്കിയില്ലേ? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇത് സൗണ്ട് ഇല്ലല്ലോ. ആ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇത് മക്കളെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാം. കഴിഞ്ഞ ഭാഗം ഇൻഷാ അല്ലാഹ്. റുഷ്ദ, ആ മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? 1000 മടങ്ങ്. 1000 മടങ്ങ്. അടുത്ത ആള് അഫ്ലഹ്. അഫ്ലഹ് 1000 മടങ്ങ്. ആ അതല്ല, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. ആര്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അൻഹ അല്ല, അൻഹു അല്ലേ? ആ ബിസ്ർ പി. ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഫലസ്തീനിൽ എത്തിച്ചു. ആരാണ്? ബിസ്ര പോയോ? ബിസ്ർ ബിസ്ര ആന്ന് പറഞ്ഞ് പിന്നെ ആളെ കാണില്ലല്ലോ. ബിസ്ര അവസാനം ഹാഫ് ഓമേർ വരിക. അപ്പൊ മുത്തസില് അതേ കലിമത്തിലല്ലേ വരിക? അതേ കലിമത്തിലേ വരുള്ളൂ. അപ്പൊ മുത്തസില് വരൂല. ആ ഹലോ, ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ചോദ്യത്തിൽ കിടക്കല്ലേ? കേട്ടോ? ഒരു മിനിറ്റ് അത് നെറ്റ് കട്ടായതാ. ആ ബിസ്ര പറയ്. ബിൽക്കീസ് രാജ്ഞിയുടെ ആസഫ് ബിനു ബർഖിയ. അടുത്ത ഫിദ. ഇസ്ലാമിൻ പുറത്തു പോകാൻ കാരണമാകും. ഏതാണ്? ഖുർആൻ മലിനമാക്കുക, കളവ് പറയൽ, ചെറുദോഷങ്ങൾ. ഏതാണ്? ഖുർആൻ മലിനമാക്കൽ. അടുത്തത് ഹമദ്. 500 ദിർഹം. 500 ദിർഹം അല്ലേ? അടുത്തത് ഹിബ.
മണ്ണ് എന്നാണ് അർത്ഥം. ഏതാ? ത്വഅന്, ത്വീന്, ബത്തുന്. ഏതാ? ബത്തുനി. ബത്തുന്. ആരാ പറഞ്ഞ്? ഹിബ അല്ലേ? ഇബ. അതാണോ ഉത്തരം? ഹിബ പാഠം മറിക്ക്. ഉമ്മി വസ്വലാത്തി എന്ന പാഠം മറിക്ക്. വേഗം വേഗം. മറിച്ച് അതിൽ ലാസ്റ്റ് ഭാഗത്ത് എന്തോ വാക്കുണ്ടോ? ഇതിൽപ്പെട്ട ഏതെങ്കിലും വാക്കുണ്ടോ? എന്താ? തീന്. എന്താ ഉണ്ടാക്കിയത് തീന് കൊണ്ട്? സൗമാഴത്തുൻ അല്ലേ? സൗമാഴത്താണ് ഉണ്ടാക്കിയത് അല്ലേ? സൗമാഴത്ത് എന്ന് പറഞ്ഞാൽ പർണശാല. അപ്പൊ ഏതാണ് ഉത്തരം? ത്വഅനാണോ തീനാണോ ബത്തുനാണോ ഹിബ? തീനാണ്. മണ്ണ് എന്ന അർത്ഥം വരുന്നത് ഏതാണ്? തീനാണ്. അതിന്റെ മുകളിൽ രണ്ടുപേരായിട്ടുണ്ടാവും ത്വഅന് ബത്തുന് എന്നൊക്കെ. അത് ത്വഅന് എന്ന് പറഞ്ഞാൽ കുത്തി അല്ലേ? ബത്തുന് എന്ന് പറഞ്ഞാൽ വയറ് എന്നൊക്കെയാണ്. ആ കുട്ടിയോട് അവിടെ ചോദിക്കുന്നുണ്ട് ആരാണ് എൻ്റെ പിതാവ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ആ ത്വഅനും ബത്തുനൊക്കെ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ അടുത്ത് നോക്കല്ലേ? അവിടെ ഇനിയും ചില ചോദ്യങ്ങൾ ബാക്കിയില്ലേ? എന്തൊക്കെയാ ഒന്നാമത്തെ പേജിൽ ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ? മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്നതിന് ശേഷം നമ്മൾ ചില ചോദ്യം എഴുതിയിട്ടുണ്ട്. ഏതാണ് ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജമാഅത്തിന് കൂടെ നിസ്കരിക്കാൻ സമ്മതം ചോദിച്ച മഹദി ആരാണ് എന്ന്. അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നവർ പറയണം. സൻഹ ഫാത്തിമ പറയൂ, ആരാണ്? ഉമ്മു ഹുമൈദിൻ സാഇദിയ റളിയല്ലാഹു അൻഹാ അല്ലേ? എന്നാൽ ഞാൻ ചോദിക്കുന്നവർ പറയും റിസ്വാൻ. മോനോ റിസ്വാൻ, ആ എന്താ റായത്തല്ലേ? ചായ കുടിച്ചാ? സ്കൂളിട്ട് വന്നിട്ടുള്ളൂ? ആ ഇൻഷാ അല്ലാ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹുമൈദിൻ സാഇദിയ റളിയല്ലാഹു അൻഹയോട് മറുപടി പറഞ്ഞത്? നിസ്കരിക്കാൻ സമ്മതം ചോദിച്ചപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയട്ടാ, പ്രശ്നമൊന്നുമില്ല. അറിയില്ല. ആരാണ് പറഞ്ഞു കൊടുക്കുക? ആ ഷമീമ പറയും. ഷമീമ പാലക്കാട്. അടുത്ത് ചോദിക്കാം ആളോടാ. ആ ഷമീമ പറയും. എന്താ മറുപടി പറഞ്ഞത്? എനിക്കറിയാം നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ നിനക്ക് നിന്റെ വീടിൽ വെച്ച് വീടിന്റെ ഏറ്റവും ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിനക്ക് ഉത്തമം. ആ ഇൻഷാ അല്ലാ. അപ്പൊ അതാണ് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനത്തിന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ഫലസ്തീനിൽ നിന്ന് എത്ര ദൂരം ഉണ്ടായിരുന്നു എന്നത് ആര് പറയുന്നറിയോ? ഞാൻ ചോദിക്കണവരാ പറയണ്ട്. ഈ സുനീറ എന്ന പേരുള്ള ആരുണ്ട്? കുട്ടിന്റെ പേരെന്താ? ആ അൽഫിയ. കൊല്ലം. ആ കൊല്ലത്തെവിടെ? ആ ഓക്കെ. ഏതായാലും മറുപടി പറയും. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് എത്ര ദൂരമുണ്ട്? 2050 കിലോമീറ്റർ.
2050 കിലോമീറ്റർ. ആ കൊല്ലത്ത് വരെ ഉഷാറാണ്. ആ അടുത്ത ചോദ്യം. താഹിറ എന്ന് പറഞ്ഞ പേര് കോഴിക്കോട്. ഉണ്ടായിരിക്കടാ വിശ്വറ, അന്നെ കോഴിക്കോടൊന്നിനും പറ്റൂല. ആ അടുത്തത് താഹിറ എന്ന പേരുള്ള ആരാ പേര്? ഞാന് ഏതോ ഞാനേന്നറിയില്ല. ഏതായാലും ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് ആസിഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സിംഹാസനം എത്തിച്ചു. എങ്ങനെയാണ് എത്തിച്ചത്? എങ്ങനെയാണ് ആസിഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് സിംഹാസനം എത്തിച്ചത്? എങ്ങനെയാണ് എത്തിച്ചത്? താഹിറ എങ്ങനെയാണ് എത്തിച്ചത്? എങ്ങനെ എത്തിച്ചത് എന്ന് ക്വസ്റ്റ്യൻ. ആ രൂപല്ല, അവിടെ എങ്ങനെയാണ്? മാജിക് ആണോ അല്ല മായാജാലാണോ? ഉമ്മ പറഞ്ഞു കൊടുക്കണ്ട. ആരോ ഉണ്ട്. ഓക്കെ, അഫ്ലെ വിളിച്ചു പറഞ്ഞതല്ലേ, മൈക്ക് ഒക്കെ അടിച്ചത് അതുകൊണ്ട്. ഇൻഷാ അല്ലാ. എന്താ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സ്പീഡാണല്ലോ. ഒന്നാമത്തെ പാടായതുകൊണ്ടാ? എല്ലാ പാടും ഇങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുത സംഭവങ്ങളാണ് എന്ത്? കറാമത്ത്. എല്ലാവരും പറയണം. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. ഓക്കെ ആണല്ലോ. അടുത്തത് തസ്നി എന്ന് പറഞ്ഞ പേരുള്ള എന്താ പേര്? സിനാനോ? ഓമച്ചപ്പുഴ. ഓക്കെ, ഇൻഷാ അല്ലാ. അടുത്ത ചോദ്യം ചോദിക്കുകയാണ് സിനാനെ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള ചില കാരണങ്ങളുണ്ട്, 3 വിധമുണ്ട്. ഏതൊക്കെയാണത്? മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പോരട്ടെ. മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട്. ആരാ പറഞ്ഞ അതിന്റെ അടിയില്? ആയിക്കോട്ടെ, വാക്കുകൊണ്ട്. ഇതിന് ഓരോ ഉദാഹരണം പറയണോ ഓരോരുത്തര്? റുഷ്ദ പറഞ്ഞോ, മനസ്സുകൊണ്ടുള്ളതിന് 2 ഉദാഹരണം പറയും. ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കൽ. പിന്നെ മറ്റൊന്ന്? ഒന്നുകൂടി റുഷ്ദ. മദ്യപാനം കൊതിക്കൽ. അൽഫിയ ഹുസൈൻ. പ്രവൃത്തി കൊണ്ടുള്ള 2 ഖുർആൻ മലിനമാക്കുക. ആരോ മന്ത്രിക്കുണ്ട് അതിന്റെ അടിയില്. ഖുർആൻ മലിനമാക്കുക, വേഗം പറയണോ മോളെ?
ഒന്നുള്ളൂ അൽഫിയ? ആ സർ. ആ പറയൂ ഒന്നുകൂടി. ഞാൻ പറയട്ടെ? ഞാൻ ചോദിച്ചു. പ്രവൃത്തി കൊണ്ടുള്ള യുദ്ധത്തല്ലേ? ആ അതെ അതെ, പ്രവൃത്തി കൊണ്ടുള്ള യുദ്ധത്തിൽ രണ്ടെണ്ണം പറഞ്ഞാൽ മതി. ഒരു മുസ്ലിം കാഫിർ ആകുക. ഒരു മുസ്ലിം കാഫിർ ആവുക അതോ? വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക. ആ, ഒരു മുസ്ലിമിനെ കാഫിർ ആക്കുക എന്നല്ലേ? വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക. നേരത്തെ ആരോ മന്ത്രിച്ച പോലെ ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ. അതുപോലെ വാക്കുകൊണ്ടുള്ളതിന് ഉദാഹരണം നേരത്തെ ആരാ ഞാൻ പറയാന്ന് പറഞ്ഞ്? ഏതാ ഞാന്? ഹന്ന ഫാത്തിമ KV. പാലക്കാട്. VK മാട്. ഇൻഷാ അല്ലാ. പറഞ്ഞോളൂ. ഒരാളെ കാഫിറാകാൻ കൊതിപ്പിക്കുക. വാക്കുകൊണ്ടുള്ളത് വാക്കുകൊണ്ടുള്ളത് എന്നാ VK മാട്. ഒരു മുസ്ലിമിനെ കാഫിറാക്കുക. പിന്നെ നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് ഫലമില്ലെന്ന് പറയുക. അത് നേരത്തെ വായിച്ച് പഠിക്കണം. അന്ന മലപ്പുറത്തേക്ക് ഉഷാറാന്നാ പറഞ്ഞതല്ലേ? വായിച്ച് പഠിക്കണം അല്ലേ മിസ്റ്ററെ? മലപ്പുറത്തേക്ക് ഉഷാറല്ലേ? ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഗൗസുൽ ആദം എന്ന പേരിൽ പ്രസിദ്ധനായി ആരാണ്? ചോദ്യം, ഗൗസുൽ ആദം എന്ന പേരിൽ റിസ്വാനെ ആരാണ് ഗൗസുൽ ആദം എന്ന പേരിൽ പ്രസിദ്ധനായത്? ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാ. പറഞ്ഞോ. ജീലാനി. എവിടത് ജീലാനി? ഒന്ന് വരക്ക്. എങ്ങനെയാ? ഓക്കെ. ഗൗസുൽ ആദം എന്ന പേരിൽ പ്രസിദ്ധനായി ആരേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഈ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഗൗസുൽ ആദം എന്ന് പ്രസിദ്ധനാവാനൊരു കാരണമുണ്ട്. എന്താ? ഒരു മഹാന്റെ വാക്കാണല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഔലിയാക്കളുടെ അത് എത്രാമത്തെ പാടാ? തുഹ്ബിത്തുൽ അഅ്മാൽ. ഈ പാഠത്തുനിന്ന് ഇപ്പൊ എത്ര ചോദ്യം വന്നു? 2 ചോദ്യം അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് മുർത്തദാവുന്ന കാരണം പറഞ്ഞു, ഖുർആൻ മലിനമാക്കുകയെന്ന്. അതുപോലെ ഗൗസുൽ ആദം എന്ന പേരിൽ പ്രസിദ്ധനായി ആരെ എന്നും ചോദിച്ചു. ഇപ്പൊ ഈ പാഠം പ്രധാനപ്പെട്ടതാണ്, നമുക്ക് മനസ്സിലായി അല്ലേ? കൂടുതൽ ചോദ്യം വരുന്നുണ്ട്.
ഇൻഷാ അല്ലാ. അപ്പോൾ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കോ. ആ തൊഹ്ബിത്തുൽ അഹ്മാൽ എന്ന പേരുള്ള ആ പാഠത്തിൻ്റെ ആദ്യ പാരഗ്രാഫ്, ഈ സംഭവം പറയുന്ന പാരഗ്രാഫ് ആരാ വായിക്കുക? നാശം വരാനുണ്ട്. ആ ഒന്നുകൂടി ക്ലിയറിൽ വായിക്കണം, ഒന്നുകൂടി ക്ലിയറിൽ. ഒന്നുകൂടി ക്ലിയർ. ഒരാള് 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 അല്ലാ, എല്ലാരും കൂടി വായിച്ചാല് പ്രശ്നമാണല്ലോ. ആ നമ്മൾ അഹമ്മദ് വായിക്കും. അഹമ്മദ് വായിക്കേ. ബാഗ്ദാദിൽ ഒരു മഹാനുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോകാം. കൂട്ടുകാരായ അബ്ദുൽ ഖാദിറും അബൂ സഈദും ഇബ്നു സക്കായും. ആരൊക്കെയാണ്? അപ്പൊ ആരൊക്കെയാണ് ആ മഹാന്റെ അടുത്തേക്ക്, ബഗ്ദാദിലെ മഹാന്റെ അടുത്തേക്ക് പോയ 3 ആളുകൾ ആരൊക്കെ? എഴുതിക്കോളി. ബഗ്ദാദിലെ മഹാന്റെ അടുത്തേക്ക് പോയ 3 വ്യക്തികൾ ആരെല്ലാം? വേഗം വേഗം, നമുക്കിപ്പോൾ ടൈം കഴിയും. എഴുതിയ വേഗം പറയാ. കഴിഞ്ഞു. ആരൊക്കെയാണ് ആ പേര് എഴുതിക്കോളൂ. അബ്ദുൽ ഖാദിർ, അബൂ സഈദ്, പിന്നെ ഇബ്നു സഖ അല്ലേ? വായിക്ക് ബാക്കി വായിക്ക് അഹമ്മദ്. ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഉന്നയിക്കും. യാത്ര മധ്യേ ഇബ്നു സഖ പറഞ്ഞു, ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞ ആളാര്? അത് ചോദ്യം ഉത്തരം എഴുതിക്കോളൂ. എഴുതി. ബാക്കി അഹമ്മദ് വായിക്കും. ഞാൻ അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കാനോ പരീക്ഷിക്കാനോ ഞാനില്ല. അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബഗ്ദാദിലെ മഹാന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടാൻ വേണ്ടി പുറപ്പെട്ട മഹാൻ ആരാണ്? അബ്ദുൽ ഖാദിർ. അത് എഴുതിക്കോളൂ. നമ്മളിത് എഴുതുന്നത് അത് ആളുകളെ മാറിപ്പോകരുത്, അത് വ്യത്യസ്തമായി തന്നെ മനസ്സിലാകാൻ വേണ്ടിയാണ്. ബഗ്ദാദിലെ മഹാന്റെ അടുത്തേക്ക് അനുഗ്രഹം തേടാൻ വേണ്ടി പോയ മഹാൻ ആരാണ്? ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിൽ പിന്നെന്താ? അവൻ നെയിം സ്ലിപ്പ് വാങ്ങിയാ പോരാ, ഇതിലൊക്കെ ഇതാ. റിസ്വാൻ എഴുതുന്നില്ല. എഴുതിയിട്ട് ഗ്രൂപ്പിൽ വിടണം എല്ലാരും കേട്ടോ. എല്ലാരും ഗ്രൂപ്പിൽ വിടണം. എഴുതിയത് എല്ലാരും ഗ്രൂപ്പിൽ വിടണം. എഴുതി മക്കളെ?
ഓ എഴുതി 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 എഴുതി. എഴുതി. ആ അടുത്ത ആളെന്താ പറഞ്ഞത്? അടുത്ത് അഹമ്മദ് വായിക്ക്. മൂന്ന് പേര് മഹാന്റെ അടുത്തെത്തി. നിനക്ക് നാശം വരാനുണ്ട്. ഇബ്നു സക്കായോട് മഹാൻ പറഞ്ഞു. അബ്ദുൽ ഖാദിറിനെ ആശീർവദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പുലർന്നു. അബ്ദുൽ ഖാദിർ ഔലിയാക്കളുടെ നേതാവായി മാറി. ഔസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു ആണവർ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് എന്താണ്? അത് എഴുതിക്കോളൂ. എന്താ ചോദ്യം? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് എന്താണ്? ബിസ്ര എഴുതുന്നുണ്ടോ? ബിസ്ര എഴുതി ഗ്രൂപ്പിൽ ഇട്ടോളുണ്ട്, അല്ലെങ്കിൽ അടിയാണ് കിട്ടും. അടി അടി. വേഗം എഴുതി കഴിഞ്ഞവർക്ക് സമ്മാനം ഉണ്ട്. കഴിഞ്ഞ പമ്പരമുട്ടായി. പമ്പരമുട്ടായി തന്നെ. ഓർഡർ ചെയ്യാ. അങ്ങോട്ട് തരാ. ഇത് എല്ലാരും വാ തുറന്നാ നേരെ അങ്ങോട്ട് തരാം. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തിന്നോളാം. നിങ്ങളെ പകരം ഇനി ചെയ്തിട്ടില്ലല്ലോ. ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. നമുക്ക് തുടരാം. ബാക്കി പോട്ടെ 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 പറയ്. അഹമ്മദ് ഉറങ്ങിയോ? ഇല്ല. വായിക്ക്. ഇബ്നു സക്കായാവട്ടെ പ്രശസ്തനാവുകയും രാജ കൊട്ടാരത്തിലെത്തിച്ചേരുകയും ചെയ്തു. രാജാവിന്റെ മകളെ കണ്ടപ്പോൾ പ്രണയം തോന്നി. വിവാഹം ചെയ്യാൻ വേണ്ടി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. രാജാവിന്റെ മകളെ കണ്ട് പ്രണയം തോന്നി ക്രിസ്തുമതം സ്വീകരിച്ച വ്യക്തി ആര്? വേഗം എഴുതു, വേഗം എഴുതിയ പമ്പരമുട്ടായി ഉണ്ട് എല്ലാവർക്കും. പറയാ. രാജാവിന്റെ മകളെ കണ്ട് പ്രണയം തോന്നി ക്രിസ്തുമതം സ്വീകരിച്ച വ്യക്തി ആര്? എഴുതിയോ? എഴുതി. ആരാ ഫസ്റ്റ് എഴുതി കഴിഞ്ഞത്? ആര്? ഏത് ഞാന്? ഞാനിന്റെ പേര് ഹമദോ? അഹമ്മദ് ആദ്യം എഴുതി കഴിഞ്ഞ്. അഹമ്മദ് പോയി. അഹമ്മദ് പോയോ? അഹമ്മദ് പോയോ? ആയിക്കോട്ടെ. അപ്പൊ അഹമ്മദിന് മിഠായി ഉണ്ട്. ഇൻഷാ അല്ലാ. ആ ഭാഗം കഴിഞ്ഞല്ലോ അല്ലേ? ആ ഭാഗം കഴിഞ്ഞു. അപ്പോൾ ആ ഭാഗത്തിൽ നമ്മൾ പഠിച്ചത് ഇപ്പോൾ ആ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ കവർ ചെയ്തു. ഇന്നലെ ഏത് ഭാഗം കവർ ചെയ്തു? അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇന്നലെ കവർ ചെയ്തിരുന്നു അല്ലേ? മുർത്തദാവുന്ന കാരണങ്ങൾ അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അതെല്ലാരും പഠിച്ചില്ലേ? അതെല്ലാരും പഠിച്ചോ? അതിന് പുറമെ നമ്മൾ ഇന്ന് എന്ത് പറഞ്ഞു? ഇന്ന് ആ പാഠത്തിന്റെ ആദ്യ ഭാഗവും പറഞ്ഞു.
ആ മുർത്തത്തിന് എന്താണ് ശിക്ഷ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ? ശാശ്വത നരകാണ് മുർത്തത്. ആ ഇതിന് ഫസ്ലാബാനു എന്നൊരു പേര് ഒന്നല്ല, ഹന്ന അല്ലേ? പാലക്കാട് അല്ലേ? ഫസ്ലാബാനു. ആ ഓക്കെ. അടുത്തത് കൂഫയിൽ ജനിച്ചു. ആരാണ് കൂഫയിൽ ജനിച്ച മഹാൻ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം? ആ കൂഫയിൽ ആരാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇനി ചോദ്യം വരുമ്പോ എന്ത് ചെയ്യണം? നമ്മളിവിടെ വരച്ചതും കാണിച്ചതും ഒക്കെ എന്ത് ചെയ്യണം? ഓർമ്മയിൽ വരണം. ആ കൂഫയിൽ അബൂ ഹനീഫ ഇമാം ജനിച്ച സ്ഥലം എവിടെ? അല്ലെങ്കിൽ അബൂ ഹനീഫ ഇമാം എവിടെയാണ് ജനിച്ചത്? രണ്ടും എഴുതിക്കോളി. വേഗം എഴുതി കഴിയാനതുകൊണ്ട് മുട്ടായി കിട്ടാനാവും അല്ലേ? മുട്ടായി കിട്ടാനാണ് ആരോ. ഫസ്ലാബാനു എന്ന് പറഞ്ഞ പേര് ഹന്ന ഫാത്തിമ അല്ലേ? പാലക്കാട് അല്ലേ? ഹന്ന ഫാത്തിമ അല്ലേ ഫസ്ലാബാനു? അല്ലേ? അല്ലേ? ഫസ്ലാബാനു എന്ന് പറഞ്ഞാല് ആരാണ് പേര്? പേരെന്താ? കുട്ടീന്റെ പേരെന്താ? കേൾക്കുന്നില്ലല്ലോ. ഇൻഷാ അല്ലാ കൊറേ ഹന്ന ഫാത്തിമ ഉണ്ടാവും. അങ്ങനെ ആരൊക്കെ പേരിടും? ആരോ അവിടെ ചാറ്റ് ബോക്സിൽ കളിക്കുന്നുണ്ട്. അവിടെ ഇവിടെ പോയി കുത്തി കുറിച്ച് SOS കളിച്ചിരിക്കരുത് ക്ലാസ് ടൈമിൽ. ഇൻഷാ അല്ലാ അതിൽ അബൂ ഹനീഫ ഇമാമിന്റെ ജന്നത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹിജറ 85 150 വഫാത്തായതല്ലേ? 150 എന്ന് പറഞ്ഞാൽ വഫാത്തായതാണ്. അഥവാ ഷാഫി ഇമാം ജനിച്ച വർഷമാണ് എന്ത്? 150 അല്ലേ? ആ 80. ഓക്കെ. അടുത്തത് ചോദിക്കുകയാണ്. അബൂ ഹനീഫ ഇമാമിന്റെ വിഷയങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബൂ ഹനീഫ ഇമാമിന്റെ ആ പാഠം നന്നായി പഠിക്കണം. ഓക്കെ അല്ലേ? ആ സ്വയം എഴുതി നോക്കി ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കണം. ചോദ്യങ്ങളും കൂടി ഉണ്ടാക്കി പഠിച്ചാലേ നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതില് അടുത്തത് ഖുർആൻ കേട്ടു മനസ്സ് മാറി തൗബ ചെയ്തു. ആര്? ഫുളൈൽ ബിനു ആരാണ്? ഫുളൈൽ ബിനു ഇയാദ് റളിയല്ലാഹു അൻഹു അല്ലേ? അത് ഏത് പാഠത്തിലാ പറയണേ? തൗബയെ കുറിച്ച് പറയുന്ന പാടുണ്ടല്ലേ? തൗബയുടെ ഷർത്തുകളൊക്കെ പറയുന്നില്ലേ? തൗബക്ക് എത്ര ഷർത്തുണ്ട്? ഏതൊക്കെയാണ്? അവിടെ ഒരു ബൈത്ത് പറയണില്ലേ? ആ ബൈത്ത് ഒന്ന് പാടി ഒരാള്.
اطلب ما طابا بالنعمة مقليا وبعزم ترك الذنب. ആ ബിസ്ര ഒന്ന് പാടിക്കാ. ബിസ്ർ പാട്. ബിസ്ർ പാട്. ഉത്തരവാത്താപൻ. പാട് ബിസ്ര പാട്. ആരതി പാട്ടുകാരനുള്ളത്? പാട്ടുകാരൻ ആരില്ലേ? എന്നാ അഫ്ലഹ് പാടും. അഫ്ലഹ്. ഉത്തരവ് മത്താബൻ. അത് പൂരിപ്പിക്കാൻ ഉണ്ടാവുക. എല്ലാരും പഠിക്കണം. നാളെ എല്ലാരും കാണാതെ ചൊല്ലി തരണം. നാളെ എല്ലാരും കാണാൻ ചൊല്ലി തരണം. വീഡിയോ ഓൺ ആക്കിയിട്ട് എല്ലാരും കാണാൻ ചൊല്ലി തരണം. ഞാൻ നേരെ നോക്കും. ഉത്തരവാത്താപൻ. ആ അത് എഴുതിയിട്ട് അതിന്റെ അർത്ഥം എഴുതണം. അത് എഴുതിയിട്ട് അതിന്റെ അർത്ഥം എല്ലാവരും നോട്ടിൽ എഴുതുക. മനസ്സിലായില്ലേ? ആ അർത്ഥം പഠിക്കണം. അർത്ഥം പഠിക്കണം. ആ പാട്ട് എഴുതുക, അതിന്റെ അർത്ഥം എഴുതുക. പിന്നെ എന്തൊക്കെയാണ് ഷർത്തുകൾ? തൗബയുടെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ആദ്യം ഇത് എഴുതിയോളി. ഖുർആൻ കേട്ട് മനസ്സ് മാറി തൗബ ചെയ്തു. ആര്? ആ ഓക്കെ. അത് നമ്മൾ പറയും. ഖുർആൻ കേട്ട് മനസ്സ് മാറി തൗബ ചെയ്തു. ആര്? എഴുതിക്കോളി. നോട്ടിൽ വേഗം എഴുതുക. ആ അത് എഴുതിയിട്ട് ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു എഴുതിയ. ആ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു നമുക്ക് അറിയാലേ, കൊള്ള സംഘത്തിന്റെ ആളായിരുന്നു അല്ലേ? ആ കൊള്ള സംഘത്തിലെ ആളായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഒരു നല്ലൊരു ട്വിസ്റ്റുള്ള കഥ ഒക്കെ ഉണ്ടല്ലേ? ആ അങ്ങനെ തൗബ ചെയ്യാൻ പോയടുത്തുനിന്ന് തിരിച്ച് മുതൽ കൊടുക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു? അവിടുന്ന് വലിയ കുന്നിടിക്കാൻ പറഞ്ഞു അല്ലേ? ആ കുന്നിടിക്കുന്നത് പ്രയാസേറിയ ജോലിയായിരുന്നു. അത് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. ഒരു കാറ്റും മഴയൊക്കെ വന്നിട്ട് ആ കുന്നാകെ ഇടിഞ്ഞു നിരപ്പായി അല്ലേ? ആ സംഭവങ്ങളൊക്കെ ഓർമ്മ വേണം. അപ്പോൾ ഏതായാലും അടുത്ത ചോദ്യം എഴുതിക്കോളി. തൗബയുടെ ഷർത്തുകൾ എന്തൊക്കെ? തൗബയുടെ ഷർത്തുകൾ എന്തൊക്കെയാണ്? ഇതിപ്പോ കട്ടാവേ. ഏതൊക്കെയാണ് തൗബയുടെ ഷർത്തുകൾ? ഒരാൾ പറയും, ഒറ്റാള്. ആ അൽഫിയ പറയുന്നുണ്ട്. അൽഫിയ ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ജനങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ അവരോട് മരിച്ചു പോയാൽ എന്ത് ചെയ്യണം? അപ്പൊ നമ്മള് തെറ്റ് ചെയ്ത ഒരു മനുഷ്യനോട് അയാൾ മരിച്ചു പോയാലോ? അയാൾക്ക് വേണ്ടി